തിരുവനന്തപുരം വെട്ടുകാട് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. വെട്ടുകാട് സ്വദേശി അനിലിനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുമ്പോഴായിരുന്നു അപകടം. 5 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വിശദാംശങ്ങൾ. മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് വിലക്കുണ്ടായിരുന്നിട്ടും സാധാരണ വള്ളത്തിലാണ് ഈ 5 പേർ മത്സ്യബന്ധനത്തിന് വേണ്ടി വെട്ടുകാട് നിന്നും പോയത്. കരയിൽ നിന്ന് പുറപ്പെട്ട് വലിയ ദൂരം എത്തുന്നതിന് മുമ്പ് തന്നെ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന 4 പേർ നീന്തി രക്ഷപ്പെട്ടു. അനിലിനെ നീന്തി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അനിലിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ കടൽക്ഷോഭമുണ്ട്, ഒപ്പം കാറ്റുമുണ്ട്. ഇത് തിരച്ചിലിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നിലവിൽ കേരള തീരത്ത് പാറശാല മുതൽ വർക്കല വരെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും അതുപോലെ 2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കടലിൽ പോകുന്നവർക്ക് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് അവഗണിച്ച് പോയവരാണ് ഇത്തരത്തിൽ തിരയിൽപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അനിലിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അർജുന. തിരുവനന്തപുരം വെട്ടുകാട് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായിരിക്കുകയാണ്. വെട്ടുകാട് സ്വദേശി അനിലിനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനായി പുറപ്പെടുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. 5 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 4 പേർ നീന്തി രക്ഷപ്പെട്ടു. നിലവിൽ അനിലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായിരിക്കുകയാണ്. ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.